ഹലോ ഗൈസ്, ഒരു റിയാലിറ്റി ഷോയിൽ വന്ന് വിന്നറാവാൻ വേണ്ടി വായി തോന്നുന്ന എന്ത് വൃത്തികെട്ട അപരാധവും പറഞ്ഞ് മറ്റുള്ളവരെ കരിവാരി തേച്ച് അല്ലെങ്കിൽ കരിവാരി തേക്കാൻ വേണ്ടി PR-ന് കൊണ്ട് കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് എനിക്ക് അനുമോളെ കാണാൻ കഴിയുന്നത്. ഇത് വേറൊന്നും കൊണ്ടല്ല. നമ്മൾ ഈ ഒരു കുറേ ഫാൻസ് എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്ന അനുമോൾ എന്തുമാത്രം അനുഭവിച്ചു, അത് നിങ്ങൾ കണ്ടില്ലേ, അത് കാണുന്നില്ലേ എന്ന്. അപ്പോൾ അനുമോൾ എന്താണ് അനുഭവിച്ചത് എന്ന് എനിക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല. അനുമോൾ എന്തൊക്കെയാണ് അനുഭവിച്ചത്? അനുമോൾ സ്വന്തമായിട്ട് ഓരോന്ന് ഉണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് കുറേ മൂലയ്ക്ക് പോയിരുന്ന് കണ്ണുനീരൊഴുക്കിയതാണോ അനുമോൾ അനുഭവിച്ചത്? അനുമോൾ എന്ത് കണ്ടന്റാണ് കൊടുത്തത്? അനുമോൾ ആവശ്യമില്ലാതെ മറ്റുള്ള വ്യക്തികളെ വ്യക്തിഹത്യ ചെയ്ത് അവരെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്ത് എന്നിട്ട് മാറിയിരുന്ന് മൂലക്കിരുന്ന് ഒരു പാവയും പിടിച്ചു വെച്ച് കരഞ്ഞതാണോ അനുമോൾ കൊടുത്ത കണ്ടന്റ്? കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കിയത് ബാക്കി 4-5 ആൾക്കാർ ചേർന്നാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അവരെല്ലാം അരിഞ്ഞു കൊടുത്ത് കിച്ചണിനകത്ത് ചപ്പാത്തിക്ക് അവർ കുഴച്ച് ഉരുട്ടി മാവ് പരത്തി കൊടുത്തിട്ട് അത് ഉണ്ടാക്കുക, അല്ലെങ്കിൽ കറിയുടെ പൊടി ഇടുക, അതാണ് അനുമോൾ ചെയ്തത്. അല്ലെങ്കിൽ ഉപ്പുമാവിൻ്റെ എല്ലാം അരിഞ്ഞു കൊടുത്ത് കഴിയുമ്പോൾ ഉപ്പുമാവ് കൂട്ടം ഇളക്കുക, ഈ പണികളൊക്കെയാണ് അനുമോൾ ചെയ്തത്. എന്നിട്ട് ഫുഡ് വിളമ്പാൻ നേരത്ത് ഭയങ്കരമായ വഴക്കും. ഇതാണ് അനുമോൾ കൊടുത്ത കണ്ടന്റ്. അടുക്കളയ്ക്ക് അത് വഴക്കുണ്ടാക്കുന്നതാണ് അനുമോൾ കൊടുത്ത കണ്ടന്റ്. അപ്പം ഞാൻ ബാക്കിയുള്ള ഈ അനുമോൾ കാരണം വ്യക്തി ജീവിതം തകർന്ന് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നെഗറ്റീവാക്കി PR-കളായാലും അനുമോളും PR-ഉം ചേർന്ന് നെഗറ്റീവാക്കിയ കുറേ ആൾക്കാരെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് സംസാരിക്കാം. ആദ്യമായിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ രേണു സുധിയെക്കുറിച്ചാണ്. രേണു സുധി ഹൗസിൽ ചെന്നപ്പോൾ അനുമോൾക്കറിയാം, രേണു സുധി പേഴ്സണൽ ലൈഫിൽ പാവമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവരുടെ ക്യാരക്ടർ അവരങ്ങനെ ഭയങ്കരമായിട്ടുള്ള ആൾക്കാരെ കുറിച്ച് മറ്റുള്ളവരെ കുറ്റം പറയുക, പരദൂഷണം പറയുക ഒന്നും ചെയ്യാത്ത ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് രേണു സുധി അനുഭവപ്പെട്ടത്. ഗെയിമിൽ രേണു സുധി ചിലപ്പോൾ ബാക്കിലേക്കായിരുന്നിരിക്കാം. പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സമയങ്ങളിൽ ഫുഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രേണു സുധി അവിടെ ഒരുപാട് കാരണം രേണു സുധി ആക്റ്റീവായിരുന്നില്ല, ഇല്ലയെന്ന് പറയും. പക്ഷേ ഒരാളിൻ്റെയും കുറ്റമോ പരദൂഷണമോ ഇവിടെ ചെന്ന് അവിടെ പറയുകയോ അങ്ങനെയുള്ള ഒന്നും ചെയ്തിട്ടില്ല രേണു സുധി. അപ്പോൾ രേണു സുധി അങ്ങനെ പോകുമ്പോൾ ജനങ്ങൾക്ക് രേണു സുധിയുടെ റിയൽ ക്യാരക്ടർ മനസ്സിലാവും. അപ്പോൾ രേണു സുധി എങ്ങനെയെങ്കിലും പുകയ്ക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആ പേനിൻ്റെ വിഷയം അനുമോൾ എടുത്തിട്ടത്. നമ്മളാരും ക്യാമറയിൽ കാണുന്നില്ല. പിന്നെ രേണു തല ചൊറിയുന്നുണ്ട്, പേനെ കൊല്ലുന്നുണ്ട്, അതൊക്കെ സ്വാഭാവികമാണ്. അവിടെ രണ ഫാത്തിമ പേനെ പിടിച്ചിട്ടില്ലേ, അതേപോലെ മിക്കവാറും എല്ലാ ആൾക്കാരും ചൊറിഞ്ഞ് പേനയൊക്കെ പിടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ രേണു സുധി ഇവർ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ രേണു സുധിയെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. എന്താണ്? മുഖത്തോട്ട് പേനുകൾ എഴഞ്ഞ് വന്ന് മുഖത്തേക്ക് ഇരിക്കുന്നു, ഇഷ്ടം പോലെ പേനുകൾ നെറ്റിയിലും മുഖത്തും പറ്റിപ്പിടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു അറപ്പ് തോന്നും. സ്വാഭാവികമായിട്ട് ഞാൻ ഉൾപ്പെടെയുള്ള നിങ്ങൾക്കും എനിക്കും എല്ലാം ഒരു അറപ്പ് തോന്നും. അയ്യേ, ഇത്രയും വൃത്തിയില്ലാത്ത ഒരു സ്ത്രീയോ, ചേച്ചിക്ക് കുളിച്ചൂടെ? അവർ ചോദിച്ചതാണ്. ഇതൊക്കെ ഒരു വ്യക്തികളുടെ മാനസിക അവസ്ഥ എന്തുമാത്രം ബാധിക്കും. അതോടുകൂടിയാണ് രേണു സുധി എന്ന് പറയുന്ന വ്യക്തി മെൻ്റലി അവിടെ ഭയങ്കരമായിട്ട് തകർന്നു പോയത്. അപ്പം രേണു സുധി കുളിക്കില്ല, നിങ്ങൾക്ക് കുളിച്ചൂടെ? നിങ്ങളിങ്ങനെ മുഖത്തെല്ലാം പേൻ പറക്കിയിരിക്കുന്നു നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നതല്ല അത്. കാരണം അത്രമാത്രം വൃത്തിയില്ലേ. നെറ്റിയിലുമൊക്കെ ഞാൻ പേൻ എടുത്തന്നില്ലേ, ചിലപ്പോൾ ഒരു പേനോ 2 പേനോ ചിലപ്പോൾ താഴോട്ട് എഴഞ്ഞ് വന്നിട്ടുണ്ടാകാം, മേ ബി. അപ്പോൾ അത് എടുത്തു കൊടുത്തതിൻ്റെ പേരിലാണ് ഇത് പറഞ്ഞത്. അതും നമുക്ക് എവിടെയെങ്കിലും ബാത്റൂമിൽ അല്ലെങ്കിൽ ഡ്രസ്സിങ് ഏരിയയിലോട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് ചേച്ചി എന്ന് പറഞ്ഞ് ചെവിയിൽ പറഞ്ഞു കൊടുക്കാം. മാന്യമായിട്ട് പറയേണ്ട ഒരു കാര്യമാണെങ്കിൽ അങ്ങനെ പറയാം. ഇത് ഒരു മോർണിംഗ് ആക്ടിവിറ്റി അവിടെ എവിടെ ഇരുന്ന് പറഞ്ഞാലും നമ്മൾ ലൈവിൽ കാണും. പക്ഷേ മോർണിംഗ് ആക്ടിവിറ്റിയിൽ എടുത്തു പറയുവാണ് ചേച്ചിക്ക് കുളിച്ചൂടെ. അതിനുശേഷം പിന്നീട് അത് രേണു, ഇപ്പം ഞാനായിരുന്നെങ്കിൽ അതിന് പ്രതികരിക്കാൻ നമുക്ക് പറ്റും. പക്ഷേ രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, അവരൊന്നും പ്രതികരിച്ചില്ല. അവർ മെൻ്റലി ഭയങ്കരമായിട്ട് അവർ തകർന്നു പോയി. അതിനുശേഷം പിന്നെ എന്താണ് അവർ ചവച്ചുകൊണ്ട് നടക്കുന്നത്? ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടില്ലേ, അതെവിടെ ഇരുന്ന് പറയുന്നത്? ലിവിങ് റൂമിലെ സോഫയിലിരുന്ന് അനുമോൾ പറയുന്നത് ലൈവിൽ ഞാൻ കണ്ടതാണ്. ചേച്ചി ഈ മണ്ണും പഞ്ചസാരയും ഇതും കൂടി തിന്നരുത്, അത് മോശമാണ് എന്ന് പറയുവാണ്. അപ്പം പറഞ്ഞു, നീ പോടുന്നു, നീ എന്നോട് ഞാൻ പറഞ്ഞില്ലേ അത് പറയരുത് എന്ന് രേണു പറയുന്നുണ്ട്. അപ്പോൾ രേണു ഇത് തിന്നുന്നത് നമ്മുടെ പുറം ലോകത്തേക്ക് അറിയിച്ചു തരുവാണ്. കാരണം അവരുടെ PR-കൾക്ക് ഇതിനെ അങ്ങ് ബൂസ്റ്റപ്പ് ചെയ്ത് രേണു പറയുന്ന വ്യക്തി മോശമാണ്, വൃത്തികെട്ടതാണ്, ഇവർ ഏത് രീതിയിലെങ്കിലും ആക്കണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ആക്കി തീർത്തു. അപ്പം നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെയുള്ളൊരു കൊച്ചിനെ അവിടെ നിർത്തിയിരിക്കുന്നത്? അവൾ തന്നെ അതിനുശേഷം ആ പേനിൻ്റെ ഒരു വിഷയം വന്നപ്പോൾ തന്നെ അവൾ മെൻ്റലി ഭയങ്കരമായിട്ട് സ്ട്രെസ്സായിപ്പോയി. അതിനുശേഷമാണ് രേണു എനിക്ക് പോവണം എന്നുള്ളൊരവസ്ഥയിലേക്ക് അങ്ങേയറ്റം വരെ എത്തിയത്. അപ്പോൾ രേണു സുധിയുടെ വ്യക്തി ജീവിതം അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ, അവരുടെ ക്യാരക്ടർ അല്ലെങ്കിൽ അവരുടെ വ്യക്തി ശുചിത്വം, ഏറ്റവും ശുചിത്വമില്ലാത്ത വ്യക്തി, കുളിക്കാത്തവൾ എന്നുള്ളൊരു ലേബലിലാക്കി തീർത്ത ആരാണ്? അനുമോൾ. ഇനി രണ്ടാമതായിട്ട് നമുക്ക് അടുത്തത് പറയാൻ പറ്റുന്നത് അപ്പാനിയാണ്.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അക്ബറിലേക്ക് വരാം. അപ്പാനി ബിൻസി ആയിട്ടുള്ള ഒരു റിലേഷൻ വന്നപ്പോൾ അപ്പാനി ബിൻസിയുമായിട്ട് അടുത്തിരുന്ന് വർത്താനം പറഞ്ഞു എന്ന് പറഞ്ഞ് അവർ തമ്മിൽ മോശമായ ബന്ധത്തിലേക്ക് പോയി. ഇവർ മാറിയിരുന്ന് ഗ്രൂപ്പുകാരിരുന്ന് സംസാരിക്കും. അതിൽ ആദ്യമായിട്ട് പറഞ്ഞത് അനിമോളാണെന്നാണ് പറയുന്നത്. അനിമോളുടെ കൂടെ പിന്നെ നമ്മുടെ ശൈത്യമുണ്ട്, അതുപോലെ ആദില, ഇവരോടൊക്കെയാണ് ഇരുന്ന് പറഞ്ഞത്. അപ്പം അപ്പാനിയും ബിൻസിയും മോശമായ ബന്ധമാണ് എന്ന്. ഒരു 72 ക്യാമറയുള്ള ഒരു സ്ഥലം 24/7 ലൈവ് കാണുന്നവർ അവിടെ എന്ത് മോശമായ ബന്ധമാണ് കാണിക്കുന്നത്. പഴയ ബിഗ് ബോസ് ചരിത്രമെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഒരാൾ എന്തിനാണ് അവനകത്തുള്ള കണ്ടസ്റ്റൻ്റ് പറയുന്നത്? കാണുന്നവർക്ക്, ജനങ്ങൾക്ക് ഇവിടെ അറിയാമല്ലോ കാണാനായിട്ട്. അവർ തമ്മിലുള്ള മോശമായ ബന്ധമാണ്, അവർ പിന്നെ നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല എന്നവർ പറഞ്ഞു. അതിനുശേഷം ബിൻസി അങ്ങനെ പറഞ്ഞ് PR ഇട്ട് കൊടുത്തു. ഇവിടെ ബിൻസിയെ PR മാക്സിമം വലിച്ചു കീറി നശിപ്പിച്ച്. അങ്ങനെ ബിൻസി പുറത്തേക്ക് പോകുന്ന സമയത്ത് വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ടാണ് ബിൻസി വരുന്നത്. അവിടെ ഇപ്പോൾ പറയുന്നത്, അപ്പം അവിടെ ചെന്ന് ആ വൈറ്റ് ഡ്രസ്സ് വിട്ടുകൊണ്ട് അപ്പാനി ഇട്ട് തീരുന്നപ്പോൾ ബിൻസിയുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ മീൻസ് ക്ലീവേജ് ഉടുപ്പിട്ടപ്പോൾ ക്ലീവേജ് കണ്ടു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അവൾ ക്ലീവേജ് കാണിക്കാൻ, അപ്പാനിയെ കാണിക്കാൻ വേണ്ടി അപ്പാനിയുടെ അടുത്തിരിക്കുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് അനിമോൾ പിന്നീട് പറഞ്ഞത്. ഈ അനിമോൾക്ക് നാണമില്ലേ? അനിമോളുടെ ക്ലീവേജ് നമ്മൾ എത്രയോ പ്രാവശ്യം കണ്ടിരിക്കുന്നു, 1000 തവണ. ഈ അവസാനത്തെ ദിവസം പോലും നമ്മൾ കാണുന്നു. നമ്മൾ മറ്റുള്ളവരുടെ ഡ്രസ്സിങ് രീതി കുറ്റം പറയുമ്പോൾ നമ്മളുടെ ഡ്രസ്സിങ് രീതി ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ശരീരം ഇവർ മിക്കവാറും എല്ലാം കാണിച്ചുകൊണ്ടല്ലേ ഇവർ നടക്കുന്നത്. ഇവർ പിന്നെ സ്ലീവ്ലെസ് ആയിട്ടുള്ള, അതും വളരെ നേർത്ത സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ടല്ലേ ഇവർ നടക്കണേ. ഇവർ തന്നെ പറഞ്ഞ വയറിൻ്റെ കുറേ ഭാഗം കാണിച്ചെങ്കിൽ സാരി ഉടുക്കണം ഭംഗിയുള്ളതെന്ന്. അങ്ങനെയല്ല ഇവർ സാരി ഉടുക്കുന്നത്. ഇവർ മുട്ടിൻ്റെ താഴെ വരെയുള്ള ഫ്രോക്ക് പോലുള്ള ഉടുപ്പ് ഇട്ടുകൊണ്ടല്ലേ ഇവർ നടക്കുന്നത്. വയറ് മുഴുവൻ കാണിക്കുന്ന ഉടുപ്പ് ഇട്ടുകൊണ്ടല്ലേ ഇവർ നടക്കുന്നത്. അപ്പോൾ നമ്മളെ ഡ്രസ്സിങ് രീതി നമ്മൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ അവളെ മോശമാക്കി, അവളെ ഒരു വൃത്തികെട്ട ഒരു പെണ്ണാക്കി മാറ്റി പുറം ലോകത്തേക്ക് ഇട്ടുകൊടുത്തു. അവരുടെ PR അതിൻ്റെ ഇരട്ടി ഇവിടെ പ്രവർത്തിച്ച് അവളെ എന്താ പറയണേ, വളരെ മോശമായിട്ട് ഇവിടെ വലിച്ചു കീറി കളഞ്ഞു. അപ്പാനിയും അതുപോലെ വിവാഹം കഴിച്ച് ഭാര്യയും 2-3 മക്കളും ഉള്ള ഒരു മനുഷ്യൻ അയാൾ വേറൊരു പെണ്ണുങ്ങളെ തേടി പോകുന്നു എന്നുള്ളൊരവസ്ഥയെ അവിടെ ആക്കി തീർത്തു അപ്പാനി. എന്നിട്ട് അപ്പാനിയോട് പറയുവാണ്, ബിൻസി ഔട്ടായപ്പം ഒരു പെണ്ണിനെ പുറത്താക്കിയപ്പം പുറത്താക്കിയപ്പം നിനക്ക് സമാധാനമായല്ലോ അപ്പാനിന്ന്. അതൊക്കെ PR പുറത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകളാണ് അതൊക്കെ. അങ്ങനെ പറയുന്ന ഒരു സ്ത്രീയാണ് പറയുന്നത് അനുഭവിച്ചു എന്ന്. ഇനി അടുത്തത് എന്താ, ശൈത്യയുടെ കാര്യം വന്നാൽ ശൈത്യനെ കട്ടപ്പാന്ന് വിളിച്ചു. കട്ടപ്പാന്ന് വിളിച്ച് 28 ദിവസത്തിൽ അവർ കയറി വന്ന് അവരുടെ മുന്നിൽ അവർ പറഞ്ഞിട്ടാണോ എന്തോന്നറിയില്ല കട്ടപ്പ എന്ന് വിളിച്ചു. കട്ടപ്പ എന്ന് വെച്ചാൽ പുറവിന്ന് പിടിച്ച കുത്തിയവൾ. ഈ പുറവിന്ന് എങ്ങനെയാണ് കുത്താൻ കാര്യം? സ്വന്തം താൻ പറയുന്നതാണ് ശരി, താൻ പിടിച്ച മുയലിന് 3 കൊമ്പാണ്, ഞാൻ പറയുന്നത് കേട്ടാൽ മതി, വേറെ ആരും പറയുന്നത് കേൾക്കണ്ട, എനിക്ക് അവരെ ഇഷ്ടമല്ല എന്നുള്ളത് വരുമ്പോൾ അത് അതിനപ്പുറത്തേക്ക് പിന്നെ ആരും ചെയ്യാൻ പാടില്ല. അപ്പം ശൈത്യ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ശൈത്യയെ പ്രതിമയെന്ന് വിളിച്ചപ്പോൾ ശൈത്യ വിചാരിച്ചു പ്രതിമയായിട്ട് ഞാൻ നിൽക്കാൻ പാടില്ല, ഒരാളുടെ ഒന്നാമത്തെ കാര്യം വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1-2 വർഷം കൊണ്ടായി. അപ്പോൾ ഇനി നാണക്കേടല്ലേ എന്ന് വെച്ച് ശൈത്യയുടെ കാര്യം തിരക്കി അപ്പുറത്തെ ആൾക്കാരോടെല്ലാം മിണ്ടാൻ പോയി. അതാണ് ശൈത്യയോടുള്ള വിരോധം. അപ്പോൾ ശൈത്യനെ കട്ടപ്പാന്ന് വിളിച്ച് അവിടെ സൊസൈറ്റിയിൽ മോശമാക്കി കൊടുത്തു. ഇവിടുന്ന് പോരുന്നതിന് മുമ്പ് തന്നെ പറയുന്നൊന്ന് ശൈത്യ എതിരാളി, അക്ബർ എതിരാളി. അപ്പോൾ ഇവരെയെല്ലാം മാക്സിമം നെഗറ്റീവ് ആക്കണം. അപ്പോൾ അതിനുശേഷം നമുക്ക് പിന്നെ അടുത്ത വന്നത് അക്ബറിന് എന്തോരമാണ്. അക്ബറിനെ കുളിക്കാത്തവൻ, പല്ല് തേക്കാത്തവൻ. ആദ്യം തന്നെ പറഞ്ഞു അക്ബറിൻ്റെ നോട്ടം ശരിയല്ല. ഈ സ്ത്രീ വിചാരിക്കുന്ന ഈ സ്ത്രീ ഭൂലോക രംഭയാണെന്നാണ്. ഈ സ്ത്രീയുടെ കൈമുട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ? കൈമുട്ട് കറാന്നിരിക്കുവാണ് ആ കൈമുട്ടൊക്കെ. അതൊക്കെ പോലും ഒരു വൃത്തിയില്ല. സ്വന്തം വൃത്തി നമ്മളാക്കണം അല്ലേ? അതിനെന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വൃത്തിയാക്ക്. എന്നിട്ട് മറ്റുള്ളവർ കുളിക്കില്ല, അവർ പല്ല് തേക്കില്ല എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകിച്ച് ഒരു പുരുഷൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയാമെന്ന് പറഞ്ഞാൽ എന്തുമാത്രം വൃത്തിയിട. പുറത്തെങ്ങാണെന്ന് ചെവികളടിച്ച് ഓടിക്കത്തില്ലേ? കുളിക്കില്ല, പല്ല് തേക്കില്ല. അതുപോലെ തന്നെ ബസ്സിൽ ആണുങ്ങൾ പെണ്ണുങ്ങളുടെ ബാക്കിൽ നിന്ന് ചെയ്യുന്ന കണക്കാണ് അക്ബർ നിൽക്കുന്നത്. ഇതൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഇല്ല, അങ്ങേയറ്റാണ്, പീക്ക് ലെവലാണ് ഒരാളുടെ വ്യക്തിഹത്യ. ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്നതിൻ്റെ പീക്ക് ലെവലാണ്. ഇതിവിടെ PR ഇട്ട് കൊടുക്കുകയാണ്. PR അതിൻ്റെ 1000 മടങ്ങാണ് ഇവിടെ ബൂസ്റ്റ് ചെയ്ത് അക്ബറിനെ വളരെ മോശക്കാരനാക്കിയിരിക്കുന്നത്. ആരിനോട് ചെന്നപ്പോഴേ ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനു മുമ്പ് തന്നെ അഭിലാഷിനോട് വലിയ സുന്ദരനാണ്, അഭിലാഷ് കല്യാണം കഴിച്ചില്ലായിരുന്നു, ഞാൻ അഭിലാഷിനെ അങ്ങ് പ്രേമിച്ചേനേന്ന്. അത് നമുക്ക് പല തമിഴും കാണാനും ഉണ്ടായിരുന്നു. കട്ടിൽ ഊഞ്ഞാലിരിക്കുന്നിടത്ത് 2 പേരും കൂടി ഒരുമിച്ച് ഈ അവസാന നിമിഷങ്ങളിൽ ഒരു ഊഞ്ഞാല് പോലുള്ള കസേരയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? 2 പേരുടെ അഭിലാഷിൻ്റെ കൂടെയാണ് അനിമോൾ ഇരുന്നത്. അപ്പം മറ്റുള്ള ആണുങ്ങളും പെണ്ണുങ്ങളോട് ഇരിക്കുന്നതിനെ പ്രശ്നം. എന്നിട്ട് പോകാൻ നേരത്ത് അഭിലാഷിൻ്റെ 2 കവിളിലും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു. അപ്പോൾ ബിൻസി അപ്പാനി കൂടെ ഉമ്മ കൊടുത്തതാണ് പ്രശ്നം. സ്വന്തമായിട്ട് ഏത് ആണുങ്ങളെയും കെട്ടിപ്പിടിക്കാം, എന്തും ചെയ്യാം, അതൊരു പ്രശ്നമില്ല. സ്വന്തം കാര്യത്തിൽ സദാചാരമില്ല, മറ്റുള്ളവരുടെ കാര്യത്തിലെല്ലാം സദാചാരം കണ്ണോടുകൂടി നോക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ നാം വിളിച്ചത്. കുലസ്ത്രീ എന്ന് വിളിക്കാൻ പറ്റില്ല, ആർട്ടിഫിഷ്യലും അല്ല.
കുലസ്ത്രീ നമുക്ക് വിളിക്കാൻ പറ്റൂ. അത്രമാത്രം വൃത്തികേടാണ് മറ്റുള്ള കണ്ടസ്റ്റന്റുകളെ പറഞ്ഞത്. അക്ബറിനെ പറയാൻ ഇനിയൊന്നുമില്ല. അത്രമാത്രം മോശമായിട്ട് അക്ബറിനെ വ്യക്തിഹത്യ ചെയ്യാൻ ഇട്ട് കൊടുത്തു. നോട്ടം ശരിയല്ല, പല്ല് തേക്കടാ, പോയി കുളിക്കത്തുമില്ല, പല്ല് തേക്കത്തുമില്ല, എല്ലാ ദിവസവും കുളിക്കുന്ന. അക്ബർ അവിടെ ചോദിക്കുന്നു, അനുമോൾക്കറിയില്ല ഞാൻ എല്ലാ ദിവസവും കുളിക്കുന്ന ആളാണെന്ന്. എന്തുമാത്രം വേദനയോടാണ് ഒരു മനുഷ്യർ ചോദിക്കുന്നത്. അതുപോലെ ടാസ്കിൻ്റെ ഭാഗമായിട്ട് ദേഹത്തേക്ക് വീണു എന്ന് പറഞ്ഞിട്ട് പറയുന്നത്, ദേഹത്തേക്ക് അവൻ മനഃപൂർവ്വം വീണു, അല്ലെങ്കിൽ പുറവിൽ നിന്നപ്പോൾ ബസ്സിൽ നിൽക്കുന്ന പോലെ തോന്നി. അവിടെ അക്ബർ പറയുന്നുണ്ട്, നിനക്ക് കംഫർട്ട് അല്ലെങ്കിൽ നീ മാറി നില്ല്. എന്തുകൊണ്ട് മാറി നിന്നില്ല? അതുപോലെ നെവിനോട് ചോദിക്കുന്നതായിട്ട്, നീ പുരുഷനാണോടാ, നീ ആണാണോടാന്ന്. ഒരു ആൺപിള്ളേരോടൊക്കെ ചെന്ന് ചോദിക്കുകയാണ് നീ ആണോടാടോ എന്ന് ചോദിച്ചാലുള്ള അവസ്ഥ എന്താണ്? തിരിച്ച് ഞാൻ ഈ സ്ത്രീയോട് ഇവർ പെണ്ണാണോ അതോ ഇവർ ലെസ്ബിയനാണോ? നമുക്ക് തിരിച്ച് ചിന്തിച്ചൂടെ? അതിലായിട്ട് ഡ്രസ്സിംഗ് റൂമിൽ എപ്പോഴും കയറിപ്പോന്നു, അതിലയുടെ തോളെ കയറിയിരിക്കുന്നു, അതിലെ പൊക്കി എടുത്തുകൊണ്ട് നടക്കുന്നു. അപ്പോൾ നമുക്കും ചിന്തിച്ചൂടെ? ഇവിടെ ഇരിക്കുന്ന പ്രേക്ഷകർക്ക് ചിന്തിച്ചൂടെ അതൊക്കെ? അപ്പോൾ നമ്മളെന്താ ചിന്തിക്കാത്തത്? നമുക്ക് വിവരവും ബോധമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കാത്തത്. എന്തുമാത്രം വിവരമില്ലായ്മയാണ്, എന്തുമാത്രം വൃത്തികെട്ട അപരാധമാണ് അവിടെയുള്ള ഓരോ കണ്ടസ്റ്റന്റിനെയും പറഞ്ഞിട്ട് അവരെ പുറത്തേക്ക് PR-ന് വലിച്ചു കയറാൻ ഇട്ട് കൊടുത്തേ. എന്നിട്ട് പറയുന്നത് ഇവരേതാണ്ട് അനുഭവിച്ചെന്ന്. ഇവരിരുന്ന് ആദ്യം എന്ത് കാര്യങ്ങൾ ഇതേണക്ക് വഴക്കിട്ട് കിച്ചണിൽ നിന്ന് വിളമ്പാൻ നേരത്ത് കുറേ ഫുഡ് എടുത്ത് അടിച്ചു മാറ്റണം, ഒളിച്ചു വെക്കണം. ഈ ഫുഡ് കിട്ടാതെ വരുമ്പോൾ സ്വന്തമായിട്ട് വിളമ്പണം. ഈ ഞാൻ പറഞ്ഞില്ലേ, കൂട്ട് ഉണ്ടാക്കുന്ന മാത്രമാണ് ഇവരുടെ ജോലി. അരിയുന്നതും പിടിക്കുന്നതും എല്ലാം ബാക്കി കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്നിട്ട് ആ ഫുഡ് മാറ്റാൻ നേരത്തെ മറ്റുള്ളവരാരെങ്കിലും വിളമ്പാൻ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ ദേഷ്യമാണ്. അപ്പോഴേ പിടിച്ചു പറിച്ചു പോകും. ആരെങ്കിലും ഭയങ്കരമായിട്ട് നേരത്തെ ഉടനെ അത് കളഞ്ഞിട്ട് പോകും. എന്നിട്ട് മൂലെ പോയിരുന്ന് കരയുവാണ് ഒരു പാവേനെ എടുത്തുപിടിച്ച്. ഇതൊക്കെയാണ് ഒരു ഗെയിം. ഇതാണ് അനുഭവിച്ചു എന്ന് പറയുന്നത്. ഒരേ ഒരു കാര്യം നമ്മൾ പറയാം, വെള്ളം ഒഴിച്ചു, വെള്ളം ഒഴിച്ചു. അത് നെവിനെ ആണോടാ നീ ആണോടാ എന്ന് ചോദിക്കുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന ദേഷ്യമുണ്ടല്ലോ, അവൻ അതുകൊണ്ടാണ് വെള്ളം കുടഞ്ഞത്. തിരിച്ച് അവൻ്റെ ദേഹത്തൂടെ തലവഴിയെ വാട്ടർ ബോട്ടിലെ വെള്ളം ഒഴിച്ചിട്ടല്ലേ ബെഡിൽ കൊണ്ട് വെള്ളം ഒഴിച്ചേ. അത് നമ്മൾ കാണുന്നില്ല. നമ്മളപ്പോഴും വിക്ടിം കാർഡ്, സ്ത്രീ കാർഡ് ഇറക്കി. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ സ്ത്രീ കാർഡ് ഇറക്കി. അങ്ങനെ ഇട്ട് തരുവാണ്, ഓരോന്നും പുറത്തേക്ക് ഇട്ട് തരുവാണ് അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. ബിന്നിയുടെ കാര്യം എന്താണ്? കുത്തിത്തിരിപ്പെന്നുള്ള ഒരു പേര് വീണ് കഴിഞ്ഞപ്പോൾ ബിന്നി വെറും കുത്തിത്തിരിപ്പുകാരായി, ബിന്നി കള്ളിയായി, ബിന്നി പെരുങ്കള്ളിയായി. PR-ന് പൈസ കൊടുത്തു പറഞ്ഞത് പെരുങ്കള്ളിയായി. സത്യമല്ല, ഇവർ തന്നെ സമ്മതിച്ചില്ലേ ഇവർ PR ഉണ്ട്, ഇവർക്ക് PR കൊടുത്തിട്ടുണ്ട്. എത്ര പ്രാവശ്യം അവർക്ക് തന്നെ ഹൗസിനുള്ളിൽ പറയേണ്ടി വന്നു ഞാൻ PR കൊടുത്തിട്ടാണ് വന്നേക്കുന്നതെന്ന്. അത് പെയ്ഡ് PR എന്ന് പറയുന്നത് വോട്ട് മറിക്കാൻ വേണ്ടിയിട്ടാണ്. കാശ് കൊടുത്താൽ വോട്ട് കിട്ടും, അല്ലാണ്ട് സാധാരണ നമ്മൾ ഫാൻസ് ചെയ്യുന്ന PR അല്ല. ഇപ്പം ഞാനിപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ട് അവരുടെ വീഡിയോ എടുത്ത് കട്ട് ചെയ്തിരുന്ന എനിക്ക് ഇഷ്ടം കൊണ്ടുള്ള PR വർക്കാണ്. ഇത് അതുപോലെയല്ല, കാശ് കൊടുത്ത് മറിക്കും, വോട്ട് മറിക്കും. 1000, 2000, ലക്ഷം വോട്ടുണ്ടെങ്കിൽ ഇത്ര രൂപ കൊടുത്താൽ വോട്ട് കിട്ടും. അങ്ങനെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കും, അങ്ങനെയാണ് വോട്ട് മറിക്കുന്നത്. അല്ലാണ്ട് സാധാരണ PR അല്ല അത്. അങ്ങനെ അവിടെ ഓരോ ആൾക്കാരെയും നമ്മൾ നമ്മുടെ കണ്ണിൽ ആദ്യം നമ്മൾ തടി മാറ്റിയിട്ട് വേണം മറ്റുള്ളവൻ്റെ കണ്ണിലെ കരെടുക്കാൻ പോയാൽ. ആദില നൂറയായാലും അതുപോലെ സാബുമനെ നാരദൻ എന്ന് പേര് വിളിച്ചത് ആരാണ്? ലക്ഷ്മിയെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് തരുന്നു. ആദില നൂറയോട് പറഞ്ഞ് ഇനി ലക്ഷ്മിയായിട്ട് മിണ്ടരുത്. ആദില നൂറ വീണ്ടും പറഞ്ഞ് അവർ അപ്പോഴും പറഞ്ഞു നോക്കി എനിക്കങ്ങനെ നമുക്ക് അങ്ങനെ അവരോട് വിരോധമൊന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ അവരോട് മിണ്ടരുത് എന്ന് പറഞ്ഞത് അനുമോളാണ്. ലൈവിൽ ഞാൻ കേട്ടതാണ്. അവർക്ക് പേര് വിട്ടു, ഒരു ടീച്ചർ, അവൾ വലിയ ടീച്ചറാവുന്നു, അവിടെ വലിയ ടീച്ചറാവുന്നെന്നും പറഞ്ഞ് അനുമോള് ലക്ഷ്മിയെ കൂടി അവിടെ കുറ്റപ്പെടുത്തിയതാണ്. അപ്പം എല്ലാം മറ്റുള്ളവരെ അറിയാതെ തന്നെ അടിയിൽ കൂടെ ചരട് വലിച്ച് അത് PR-കൾക്ക് ഇട്ടുകൊടുത്തു മറ്റുള്ളവരുടെ ജീവിതം കോഞ്ഞണ്ടയാക്കി. എന്തുമാത്രം വൃത്തികെട്ട അപരാധം പറയാമോ അത്രമാത്രം വൃത്തികെട്ട അപരാധം പറഞ്ഞ ഒരു സ്ത്രീ. ഇവരെ ഇങ്ങനെ നമുക്ക് കണക്കൂട്ടാൻ പറ്റൂ. എന്നിട്ട് പറയുന്ന അവളെ ഏതാണ്ട് അനുഭവിച്ചെന്ന്. ഈ വെറുതെ ഒരു കാര്യമില്ലാതെ കണ്ണുനീരൊഴുക്കുന്നതാണോ അഭിനയിക്കുന്നത്? അഭിനയിച്ച് കണ്ണുനീരൊഴുക്കുന്നതാണോ അനുഭവിക്കുന്നത്? വെറുതെ ഒരു കാര്യമില്ലാതെ അത് കുറച്ച് പാവയും പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് അവരുടെ കണ്ടൻറ്റ്. അല്ല, അവരെന്ത് കണ്ടൻറ്റാണ് അവർ കൊടുത്തത്? കിച്ചണിനകത്ത് ഫുഡ് മാറ്റി വെക്കാനായിട്ട് സമ്മതിക്കാതെ വിളമ്പാനായിട്ട് വേറെ ആൾക്കാരെ ഏൽപ്പിക്കാതെ. ലാലേട്ടൻ 1000 വട്ടം പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് വിളമ്പാൻ നിൽക്കുന്നത്? നിങ്ങൾക്ക് വിളമ്പേണ്ട ആവശ്യമുണ്ടോ? ആരെങ്കിലും ഏൽപ്പിച്ചൂടെ? നിങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങളത് മാറിപ്പോവുക. ഇവരുണ്ടാക്കിയെന്നുള്ളത് ഞാൻ ഇവരെ ഇളക്കുവാണ്, ബാക്കിയുള്ളവരെല്ലാം ചെയ്ത് വെച്ചിട്ട് പോവുകയാണ്. അത് ചെയ്ത് കൊടുത്തവരുടെ മിസ്റ്റേക്ക്. ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം, നീ അറിയാൻ പറയണമായിരുന്നു. ഫുഡ് എന്തിപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയാലെന്തോ നമുക്കറിയാവുന്ന രീതിയിൽ ഉണ്ടാക്കുക. എന്നിട്ട് ഫുഡ് ഉണ്ടാക്കി ഞാൻ ഇന്ന് വരെയും ഫുഡ് ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറയുന്നത് അതിൻ്റെ മേലിൽ അതിൻ്റെ അപ്പുറത്തെ കള്ളം. ചപ്പാത്തി ആയാലും ചപ്പാത്തി കുഴച്ച് കൊടുക്കുക. കുഴയ്ക്കുന്നതാണ് ഏറ്റവും പാട്. 25 പേർക്ക് ചപ്പാത്തി മാവ് കുഴയ്ക്കണം. അത് ഉരുട്ടി പരത്തി എടുക്കുന്നതാണ് ഏറ്റവും വലിയ പാട്. ഉണ്ടാക്കാൻ എന്നാണ് പാട്? ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇവരാകപ്പാട് അതിനകത്ത് കറിയാണ് ഉണ്ടാക്കുന്നത്. ചോറാണെങ്കിൽ അവരൊരു മെഴുക്ക് വരട്ടി ഒരു പരിപ്പ് കറിയും വെക്കും. ഇതാണ് അവർ അടുക്കള ജോലി ചെയ്ത് അടുക്കളയിൽ കിടന്നങ്ങ് കഷ്ടപ്പെടുന്നു എന്ന്.
അപ്പോൾ ഈ ഫ്ലോർ മുഴുവൻ തുടയ്ക്കുന്നവരോ, ബാത്റൂം തേച്ച് കഴുകുന്നവരോ, ഈ പാത്രങ്ങൾ മുഴുവൻ കഴുകുന്നവരോ അവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലേ? ഇവരെന്തിനാണ് വെറുതെ കിച്ചണിൽ അങ്ങനെ പോകണം? താല്പര്യമില്ലാത്തൊരു കിച്ചണിൽ പോകണ്ട. അപ്പോൾ ഫുഡ് കട്ട് തിന്നുക. അവരതുകൊണ്ടാണ് കള്ളിയെന്ന് വിളിച്ചത്. അതിനൊക്കെ ഇപ്പം നമുക്ക് സത്യമായിരുന്നെന്ന് തോന്നിപ്പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ. അങ്ങനെ ഓരോ ആൾക്കാരെയും അവിടെ മിക്കവാറും അനീഷൊരു ഓപ്പോണൻ്റ് ആണെന്ന് മനസ്സിലാക്കിയില്ല. അനീഷ് ഇത്രമാത്രം കയറി വരുമെന്ന് അറിഞ്ഞെങ്കിൽ അനീഷിൻ്റെ മേളിൽ ഏതെങ്കിലും ഒരു പെൺവിഷയമെങ്കിലും അലിഗേഷൻ എടുത്തിട്ടേനെ. അയാൾ എന്നെ അങ്ങനെ നോക്കിയെന്ന് വേണമെങ്കിൽ പറഞ്ഞേനെ. എന്ത് വൃത്തികേടും എന്ത് കള്ളവും പറയുന്ന ജാതിയാണ് ഈ സ്ത്രീ. അല്ല, ഇവിടെ കുറേ സപ്പോർട്ടേഴ്സ് പറയുന്നതായിട്ട് അവരുടെ ഗെയിമായിരുന്നു, അവിടെ അവർ സ്ട്രാറ്റജി കള്ളമൊക്കെ പറയും സ്ട്രാറ്റജിന്ന്. ഒരിക്കലുമല്ല, ഒരു റിയാലിറ്റി ഷോയാണിത്. അത് ഗെയിമിനെ നിങ്ങൾ വിചാരിക്കാതെ, ഗെയിം അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്, ഒരു റിയാലിറ്റി ഷോയാണ്. നമ്മളുടെ 10 മിനിറ്റ് സീരിയലോ 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കോമഡി സ്റ്റാറിലോ അഭിനയിക്കുന്ന കണക്കല്ല. 100 ദിവസം നിങ്ങൾ എങ്ങനെയാണോ, നിങ്ങളുടെ ക്യാരക്ടറാണ് അവിടെ അറിയുന്നത്. നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്നത്, നിങ്ങളുടെ റിയൽ ക്യാരക്ടർ എങ്ങനെയാണ്. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾക്ക് ചിലപ്പോൾ നെഗറ്റീവ് ആയിരുന്നവർക്ക് ചിലപ്പോൾ അവിടെ പോസിറ്റീവ് ആകാൻ പറ്റും. അവിടെ ഇവിടെ രേണു പുറത്ത് നെഗറ്റീവ് ആയിരുന്നു, അകത്ത് പോയി പോസിറ്റീവ് ആയില്ലേ. അവരുടെ റിയൽ ക്യാരക്ടർ അതാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ? അങ്ങനെ നമ്മുടെ റിയൽ ക്യാരക്ടറാണ്, അതാണ് റിയാലിറ്റി എന്ന പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് അവിടെ പോയിട്ട് സകലമായ ആൾക്കാരെ അപരാധം പറഞ്ഞ് കപ്പ് വാങ്ങിക്കുന്നതല്ല. അപരാധം പറഞ്ഞ് അപരാധം എല്ലാം കൂടി PR ഇവിടെ എടുത്ത് വലിച്ചു കീറി അവരുടെ വ്യക്തിജീവിതം മുഴുവൻ നശിപ്പിച്ചിട്ട് ആക്കിക്കഴിഞ്ഞാൽ തിരിച്ചിറങ്ങി വരുമ്പോൾ ഇവരുടെ വ്യക്തിജീവിതം എന്താവും? ഇങ്ങനെയുള്ള ആൾക്കാർ, ഇത്രയും കള്ളം പറഞ്ഞ് ജീവിക്കുന്ന ഒരാൾക്കാർക്ക് ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഞാനുള്ളത് പറയാമല്ലോ, വേറൊന്നും കൊണ്ടല്ല. ഇതൊരു ശാപമൊന്നുമല്ല. അവരെ അതിൽ നശിച്ചു പോട്ടെ എന്ന് ശപിക്കുന്നുണ്ട്. അതുപോലെ ശാപമൊന്നുമല്ല. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മാക്സിമം 1-2 വർഷമോ കുടുംബജീവിതം കൊണ്ടുപോകാൻ പറ്റും. മാക്സിമം അത് ഇനി നാട്ടുകാരെ കാണിക്കാനായാലും അതിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഇത്രമാത്രം കള്ളം പറഞ്ഞ് ഇത്രമാത്രം നാടകീയമായിട്ട് ജീവിക്കുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരിക്കലും ഒരു കുടുംബജീവിതം സക്സസ് ആക്കാൻ കഴിയില്ല. 100% ഉറപ്പാണ്. ഇവരെ ഒന്ന് വിശ്വസിച്ച ആൾക്കാർക്ക് കുടുംബത്തിലേക്ക് അയറ്റാനും പറ്റില്ല. കാരണം ഇവർക്കെല്ലാം ഫേക്കാണ്. ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവർക്ക് പോലും അറിയില്ലാത്ത രീതിയിലാണ്. കാരണം മറ്റുള്ളവർക്ക് ആർക്കും പിടികൊടുക്കില്ല. പാവംകുട്ടി ഇമേജാണ്, അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ പോലും പാവംകുട്ടി ഇമേജിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ കയറിയാൽ തന്നെ അവരുടെ ആ ഒരു ലൈഫ് എന്താവും? ആ വീട്ടുകാർക്ക് പോലും ജീവിതം പോവും. ആ അവസ്ഥയാണ്. അത്രമാത്രം കള്ളമാണ് പറയുന്നത്. ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ കുറ്റം പറയല്ല. നിങ്ങൾ സപ്പോർട്ട് ചെയ്തോ, പക്ഷെ അനുഭവിച്ച് അങ്ങേയറ്റം അനുഭവിച്ച് ഇവരെല്ലാം, ബാക്കിയുള്ള ആൾക്കാരെല്ലാം വളരെ മോശക്കാരാണ്, ഇവരെല്ലാം അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കിത് പറയണമല്ലോ. അവരെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാരും വ്യക്തികളെ മോശമാക്കിയില്ല. അനുമോളെ മോശമാക്കിയില്ല അവരാരും. അനുമോൾ വേറെ ഏതെങ്കിലും ആണുങ്ങളെ കൂടി ഇരിക്കുന്നെന്ന് ഇരുന്നില്ലേ? ആരിനോട് ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞു? സത്യമല്ലേ? ആരിനോട് ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? 23 വയസ്സായ ഒരു പയ്യനോട് 31 വയസ്സായ ഒരു സ്ത്രീക്ക് ക്രഷ് തോന്നും. അത് ഇപ്പം പ്രായം നോക്കണ്ട, പക്ഷെ ക്രഷ് തോന്നിയില്ലേ? ഇവിടെ മുഴുവൻ ലവ് ഫെയിലറായി, എല്ലാം കഴിഞ്ഞു. ലവ് ഫെയിലറായിട്ടാണ് പോയത്. 1, 2 ഒക്കെ ആയി. ജീവൻ ഗോപാൽ അവിടെ വന്നപ്പോൾ എന്തെല്ലാം നമ്മൾ കണ്ടേയില്ലേ? ജീവിതം നശിപ്പിച്ചു. 8 മാസം മുമ്പ് തന്നെ ജീവൻ ഗോപാലിൻ്റെ കൂടെ വീഡിയോസ് നമ്മൾ ഇഷ്ടം പോലെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ 7 മാസമല്ലേ ആയുള്ളൂ ജീവൻ ഗോപാലുമായിട്ടുള്ള റിലേഷൻ തകർന്നിട്ട്. അപ്പോൾ ഇതുമെല്ലാം കഴിഞ്ഞു പോയൊരു സ്ത്രീയാണ്. അവിടെ ചെന്നപ്പോൾ ഉടനെ ആരിനോട് ക്രഷ് തോന്നി? അഭിലാഷ് കല്യാണം കഴിച്ചില്ലായിരുന്നില്ല, അഭിലാഷിനെ പ്രേമിച്ചേനെന്ന് പറയുന്നു. അതിനുശേഷം പ്രവീൺ വന്നപ്പോൾ പ്രവീണിട്ട് ലവ് കോംബോ പിടിക്കാൻ നോക്കി. ഒനിയിൽ പറയുന്നിട്ട് ഞങ്ങൾ ലവ് കോംബോ നോക്കിയതാണ്, പക്ഷേ അത് സക്സസ് ആയില്ല, നടന്നില്ലെന്നോ അങ്ങനെ എന്തോ പറയുന്നു കേട്ടു പോരാ നേരത്ത്. ലാസ്റ്റ് റീ എൻട്രി കഴിഞ്ഞപ്പം പിന്നെ അവസാനം അനീഷിനെ പ്രേമ നാടകത്തിൽ കൊടുക്കാൻ നോക്കി. അവനതങ്ങ് പൊളിച്ച് കൈ കൊടുത്തു. അവന് ഇഷ്ടം തോന്നിയിട്ടുണ്ട്, പക്ഷേ അവൻ ഒരിക്കലും അത് വെച്ചോണ്ടിരുന്നായിരുന്നു ഇത് അവസാനം വരെ ഇങ്ങനെ ലവ് ട്രാക്കായിട്ട് കൊണ്ടുപോകായിരുന്നു. അവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന് പ്രേക്ഷകരുടെ പ്രാർത്ഥന കൊണ്ട് അവനത് പോയി ചോദിച്ച് കല്യാണം കഴിക്കാൻ പറ്റുമെന്ന്. പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ആ ക്യാരക്ടർ മനസ്സിലായി. എന്നിട്ട് പറയുന്നതായിട്ട് എനിക്ക് സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരുടെ സ്വഭാവമാണ് അറിയാവുന്നത്. അത് ഞങ്ങൾക്ക് 100% മനസ്സിലായി. സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരുടെ സ്വഭാവമാണ് അറിയാൻ കഴിയുന്നത് ഞങ്ങൾക്ക് 100% മനസ്സിലായി. അത് അവിടുത്തെ ക്യാരക്ടർ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. സ്വന്തമായിട്ട് സദാചാരം വർത്തിക്കുക ജീവിതത്തിൽ, എന്നിട്ട് മറ്റുള്ളവരെ സദാചാരം പറയാൻ ശ്രമിക്കുക. സദാചാരം നമുക്ക് ആവശ്യമാണ്, സത്യമാണ്. പക്ഷേ നമ്മൾ ആദ്യം സദാചാര സ്ത്രീകളാവുക, അതിനുശേഷം മറ്റുള്ളവർ സദാചാരം പറയുക. നമ്മൾ നല്ല ഡ്രസ്സുകൾ, മാന്യമായിട്ടുള്ള അല്ലെങ്കിൽ ക്ലീവേജ് കാണിക്കാത്ത ഡ്രസ്സൊക്കെ നമ്മളിട്. അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ ക്ലീവേജിനെ കുറിച്ച് കുറ്റം പറ. മറ്റുള്ളവരുടെ കാല് കാണിക്കുന്നു, മറ്റുള്ളവരുടെ വയറ് കാണിക്കുന്നു പറയുന്ന അവനവൻ്റെ കാലും വയറും ഒക്കെ ആദ്യം മറച്ചു വെക്ക്, എന്നിട്ട് പറയൂ. 10, 30, 31 വയസ്സായില്ലേ, ഇത്രയും വർഷം എല്ലാവരെയും കാണിച്ചില്ലേ? എന്നിട്ട് മറ്റുള്ളവരെ ഒരു റിയാലിറ്റി ഷോയിൽ ചെന്നിരുന്നിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിനെക്കുറിച്ചും അവരുടെ ഡ്രസ്സിങ് രീതിയെക്കുറിച്ചും അവരുടെ പുതപ്പിനടിയിൽ ഒളിഞ്ഞു നോക്കലേക്ക് എന്തിനാണ്? അവർ കെട്ടിപ്പിടിക്കുന്നതിന് കുറ്റം, അവർ ഉമ്മ വെച്ചു എന്ന്, അവർ പോകാൻ നേരത്ത് ഉമ്മ വെച്ചു എന്ന്. ഈ അനിമോള് തന്നെ ഒണിയലിനെ ഉമ്മ വെച്ചു, അഭിലാഷിനെ 2 കവിളിൽ മാറി മാറി ഉമ്മ വെക്കുന്നു, ജിഷിനെ ഉമ്മ വയ്ക്കുന്നു. ഇതൊന്നും കുറ്റമല്ലേ?
ഇതൊക്കെ എന്താ തമാശയാണ്? എന്നിട്ട് പറയുന്നത് ഞാൻ പ്രേമ നാടകമൊക്കെ കളിച്ച് തമാശയാണെന്ന്, ഞാൻ പുറത്തും ഇങ്ങനെയാണെന്ന്. എൻ്റെ ദൈവം, ഇങ്ങനെയും തൊലിക്കട്ടിയുള്ള സ്ത്രീകളോ? സത്യം. ഇതൊക്കെ ഇതൊക്കെ പിന്നെ സ്ട്രാറ്റജി, ഇതൊക്കെ ഗെയിമിൻ്റെ ഭാഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. ഞാൻ പുറത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ പുറത്തും ഇങ്ങനെ ആണുങ്ങളെയൊക്കെ ഇങ്ങനെ കണ്ണും കൈയൊക്കെ കാണിച്ചിട്ട് ഞാൻ വലയപ്പെടുത്തുന്നവളാണെന്നുള്ളതല്ലേ അതിനർത്ഥം? അത്രേ എനിക്ക് മനസ്സിലായത് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുമെന്ന് അറിയില്ല. ഞാൻ ഇത്രമാത്രം പറയാം, ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചതാണ്. കുറേ ഫാൻസ് വന്നിട്ട് അനിമോൾ അനുഭവിച്ച നിങ്ങൾ കാണുന്നില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ ഡയലോഗ്. പിന്നെ ബാക്കിയുള്ളവരെ വീണ്ടും വലിച്ചു കയറുന്ന രീതിയിൽ അവരങ്ങനെ ചെയ്തു, ഇവരെങ്ങനെ ചെയ്തു എന്ന്. അപ്പോൾ ഈ ചെയ്ത ഒരുപാട് അനുഭവിച്ചവരുടെ ആൾക്കാരെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാതെ പോയാലേ, കുറച്ചെങ്കിലും പറയാതെ പോയാൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല കേട്ടോ. പിന്നെ ഈ വോട്ടിൻ്റെ കാര്യം പറഞ്ഞ് എല്ലാവരും പറയുന്നുണ്ട്. ഈ വോട്ടിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ 100% വോട്ടിൽ 6 പേരുണ്ടായിരുന്നു. ടോപ്പ് 6-ലായിരുന്നല്ലോ കഴിഞ്ഞ ഫിനാലെ വീക്കിൽ. ഈ ടോപ്പ് 6-ൽ 42% വോട്ട് അനുമോൾക്കും 42.7% വോട്ട് അനീഷിനുമായിരുന്നു. അതിൻ്റെ ബാലൻസ് വോട്ടുകളാണ് ബാക്കിയുള്ളവർക്ക് കിട്ടിയത്. ഈ മന്ദബുദ്ധികളായ കുറേ ആൾക്കാർ പ്രചരിപ്പിക്കുന്നു 42.7-ൻ്റെ ബാക്കി 57.3% അനുമോൾക്ക് കിട്ടിയത്. നാണമില്ലേ? ബാക്കിയുള്ള ഷാനവാസിനും നെവിനും അക്ബറിനും നൂറയ്ക്കൊന്നും വോട്ട് കിട്ടിയില്ലേ? വിവരക്കേട് പറയാതെ. അവർക്ക് പെർസെൻറ്റേജ് കുറവായിരുന്നു. ഈ 42.7% രണ്ടുപേരുടെ സെയിം വോട്ടായിരുന്നു. അത്രേ വോട്ടേ ഉള്ളൂ. ലാലേട്ടൻ ഈ കപ്പ് വെറുതെ കൊടുത്തു, അത്ര മാത്രമേ ഉള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഇനി സെലിബ്രിറ്റി ആയതിൻ്റെ പേരിലാണ്. ഇവരെന്തെങ്കിലും സെലിബ്രിറ്റിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരി, എന്തോ ആയിക്കോട്ടെ. സെലിബ്രിറ്റി 10 ലക്ഷത്തിന് മേളിൽ ഫോളോവേഴ്സ് ഉള്ള ഒരു സെലിബ്രിറ്റി. അവർ കോമഡി സ്റ്റാറിലെ നായികയായിരുന്നു. കോമഡി സ്റ്റാറിലെ നായിക. പിന്നെ അതുപോലെ ഏതോ ഒരു സീരിയലിൽ സുരഭി സുഹാസിനി എന്ന് പറയുന്ന സീരിയലിൽ അവർ ചെയ്ത് ലാസ്റ്റ് ഇവരെ കാരണം തന്നെ അത് പൂട്ടിയെന്നാണ് പറയുന്നത്. ഇവർ കാരണം കൊണ്ട് തന്നെയാണ് വേണ്ടെന്ന് വെച്ചതെന്ന് പറയുന്നത് കേട്ടോ. അതിനകത്തുള്ള വില്ലത്തിയായിട്ട് ഇന്ന പെങ്കൊച്ചായിരുന്നു ഏറ്റവും നല്ലതും. ഞാൻ ആ സീരിയൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അത് കോമഡി ആയതുകൊണ്ട് തന്നെ ഞാനത് കണ്ടിട്ടുണ്ട്. ഇവരുടെ അഭിനയമൊക്കെ എന്തിനു കൊള്ളായിരുന്നു എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അത് ഇവർ കാരണം തന്നെ ആ സീരിയൽ വേണ്ടാന്ന് വെച്ചത്. അപ്പോൾ എന്ത് തന്നെയായാലും അവരൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് അവരെ ജയിപ്പിച്ചത്. 38 ലക്ഷം വോട്ടാണ് ടോട്ടൽ കിട്ടിയത്. ഈ 38 ലക്ഷം വോട്ടിൽ 16 ലക്ഷം വോട്ട് അനീഷിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി 16 ലക്ഷം കഴിഞ്ഞ് 32ആയി. ബാക്കി 6 ലക്ഷം വോട്ട് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാവർക്കും കൂടി കിട്ടിയത്. അപ്പോൾ പിന്നെ എവിടെയാണ് അനുമോൾക്ക് 57 പോയിൻ്റ് എത്രയോ സംതിങ് കിട്ടിയെന്ന് പറയാൻ മാനമില്ലേ, ഉളുപ്പില്ലേ? അത്രയും വോട്ട്, ഈ 42.7% വോട്ടേ ഉള്ളൂ. 2 പേർക്ക് സെയിം വോട്ടായിരുന്നു. അപ്പം ലാലേട്ടൻ്റെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് അങ്ങ് അനുമോൾക്ക് കൊടുത്തു. അത് വിക്ടിം കാർഡ്, സ്ത്രീ എന്നുള്ള കാർഡ് ഇറക്കി സ്ത്രീക്ക് കൊടുത്തു. സ്ത്രീക്ക് പിന്നെ 1ാം സ്ഥാനത്തേക്ക് സ്ത്രീക്ക് കൊടുത്തു. അത്രയും മാത്രമേ ഉള്ളൂ. 42.7% വോട്ടാണ് 2 പേർക്ക് ഒരേ വോട്ടാണ് കിട്ടിയത്. ബാക്കിയുള്ള അതിൽ 85%, ബാക്കി 15%, ബാക്കി 4 പേർക്ക് കൂടി